നമസ്കാരം, ടാഡാ ന്യൂസിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ആവേശം നമ്മുടെ കോട്ടയത്തും ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് പടർന്നിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ T20 ടീമായ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ത്രില്ലിൽ മുഴുകിയിരിക്കുകയാണ് പുതുപ്പള്ളിയും പരിസരവും ഒട്ടാകെ. മണർകാട് സെന്റ് മേരീസ് പള്ളി മൈതാനത്ത് ഒരുക്കിയിരിക്കുന്ന ഫാൻ പാർക്ക് ഒരു മിനി സ്റ്റേഡിയം തന്നെയായി മാറിയിരിക്കുകയാണ്. പ്രായഭേദമന്യേ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഇവിടെ വലിയ ആവേശത്തിലാണ് എത്തിയിരിക്കുന്നത്. ആരാധകരൊക്കെ വലിയ ആവേശത്തിലാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചാബ് വേഴ്സസ് ലക്നൗ തമ്മിലുള്ള മത്സരമാണ്. IPL ആവേശം പകരാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാണ്ടിയുമ്മൻ MLA ഇവിടെ ഫാൻ പാർക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്കറിയാം, ഇന്ന് സഞ്ജു ഇല്ല, ചെന്നൈ ഇല്ല, എന്നിട്ടും ഇത്രയും ആളുകൾ മഴയ്ക്ക് ശേഷവും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെയും നല്ല ഒരു ക്രൗഡായിരുന്നു. ഇപ്പൊ നല്ല ക്രൗഡിലേക്ക് ബിൽഡപ്പ് ചെയ്യുന്നു. മഴയൊക്കെ മാറി. അപ്പൊ മണർകാട് എന്താ പറയാ, പുതുപ്പള്ളിയുടെ അഭിമാനം ആയി നിൽക്കുകയാണ്. ഏതാണ് ടീം? ഏതാണ്? ഞാൻ ചെന്നൈ ആയിരുന്നു. ഇന്നലെ ഞങ്ങള് ജയിച്ചില്ല, അടുത്ത പ്രാവശ്യം ജയിക്കും. ജയവും പരാജയം ഒരേപോലെ സ്വീകരിക്കണമെന്നാണ് നമ്മളിപ്പോ പറയുന്നത്. സഞ്ജു നമ്മുടെ സ്വന്തമല്ലേ. സഞ്ജു ഇല്ലെങ്കിൽ നമുക്കൊരു കളിയുടെ രസമില്ലല്ലോ. അപ്പൊ എന്തായാലും എന്നിട്ട് പോലും നല്ല ആള് ഇപ്പൊ വന്നിരിക്കുകയാണ്. എന്താണ് ഇത്തരത്തിലൊരു പാർക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുണ്ടായ ഒരു പ്രചോദനം? അല്ല, ഞാന് സത്യം പറഞ്ഞാൽ ശ്രമിച്ചു, പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയിലാണ് നടക്കുന്നത്. അതിന് പ്രത്യേക നന്ദി BCCIയോടാണ്. അവര് പുതുപ്പള്ളിയോടുള്ള താല്പര്യം, അപ്പോഴുള്ള താല്പര്യം കൂടെ കൊണ്ടായിരിക്കാം അവിടെ സെറ്റപ്പ് ചെയ്തു. അതുപോലെ KCA ശ്രീ ഹരികൃഷ്ണന് പ്രത്യേകമായി താല്പര്യമെടുത്തു. അദ്ദേഹത്തിനോട് പ്രത്യേക നന്ദി പറയേണ്ടതുണ്ട്. BCCI KCA ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇത് നടന്നത്. ഒരുപാട് ആളുകൾ എത്തി, ജനങ്ങളെല്ലാവരും ജനങ്ങള് വലിയ ആവേശത്തിലാണ്, പ്രത്യേകിച്ച് പിള്ളേർ ആവേശത്തിലാണ്. ഈ പിള്ളേർക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അവര് ഭാവിയിൽ സഞ്ജു സാംസൺ ആകുവാൻ, ഭാവിയിൽ നമുക്കൊരു വലിയ സ്പോർട്ടിംഗ് ഹബ്ബാക്കി നമ്മൾ പുതുപ്പള്ളിയെ കേരളത്തിന് തന്നെ, ഇന്ത്യയുടെ തന്നെ ഒരു സ്പോർട്ടിംഗ് ഹബ്ബ് ആക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിലേക്ക് നമ്മൾ എത്തും. ഇവിടെ 162 റൺസിന്റെ മികച്ച പാർട്ണർഷിപ്പ്. ഇനി വേറെ വഴിയില്ല. വൈഡായിട്ട് എറിയാൻ നോക്കി, പക്ഷെ അത് വൈഡായി പോവുകയാണ്. മാനസികാവസ്ഥയിൽ കൈമടക്കി പോലും ഇത് എപ്പോഴത്തേക്കാളും വട്ടിക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ്. ആ ഒരു മാനസികാവസ്ഥയിലാണ് അവർ എല്ലാ രീതിയിലും. അടിപൊളിയുണ്ട്. എല്ലാരും ഭയങ്കര വൈബല്ലേ. ചെന്നൈ സഞ്ജു ചേട്ടൻ വൈബ് എല്ലാം അടിപൊളിയല്ലേ. കോട്ടയത്ത് ആദ്യമായിട്ടല്ലേ വരുന്നത്. അതും നമ്മുടെ കളിയെക്കാട്ടിലും ഉപരിയായിട്ട് പുതുപ്പള്ളിയിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു. അപ്പം അതിനകത്ത് ഇവിടുത്തെ MLA ശ്രീ ചാണ്ടിയുമ്മന്റെ ഒരു എഫേർട്ടും കൂടെ ഉണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വന്നിക്ക് ഇത്രയും ആള്, ഇന്ന് കുറച്ച് ആള് കുറവാണെന്ന് തോന്നുന്നു. ഇന്നലെയൊക്കെ അതിലും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം ഇത്രയും ആളുകൾക്ക് ഈ സന്ധ്യ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു എന്നാ പറയുന്നത്, ഒരു നൈറ്റ് ഒരു എന്റർടൈൻമെന്റ് പരിപാടി വന്നു. അത് ആ ഒരു വൈബാണ്. അത് വന്നു കഴിഞ്ഞാലും സന്തോഷമാണ്. ഇത്രയും ആളുകൾക്ക് നിങ്ങൾ നോക്കിയാൽ മൊത്തം പ്രായമുള്ളവരല്ല. കാണികൾക്ക് ഇതൊരു മത്സരം കാണൽ മാത്രമല്ല, സംഗീതവും വിനോദവും ഭക്ഷണ വിരുന്നുകളും ഒപ്പം കുട്ടികൾക്കായി ഒരുപാട് പ്ലേ സോണുകളും ഉൾപ്പെടെ ഒരു പൂർണ്ണ ആഘോഷം തന്നെ ആയി മാറിയിരിക്കുകയാണ് ഈ IPL ഫാൻ പാർക്ക് എന്ന് പറയുന്നത്.